ഗരുഡൻ തൂക്കം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുറകെ കൂടെ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എവിടെയുണ്ട് കാഴ്ച. ഗരുഡൻ തൂക്കം അനുഷ്ഠാന കലയിലെ പറവ. ഗരുഡൻ തൂക്കം. തൂക്കം അല്ലെങ്കിൽ ഗരുഡൻ തൂക്കം ഒരു അനുഷ്ഠാന കലയാണ്. ഗരുഡൻ തൂക്കം പലപ്പോഴും വീടുകളിൽ വഴിപാടായി നടത്തുന്ന ഒന്നാണ്. ദേവീക്ഷേത്രങ്ങളിലെ, പ്രത്യേകിച്ച് കാളിക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് തൂക്കം വഴിപാട് അല്ലെങ്കിൽ തൂക്കം നേർച്ച നടത്തുന്നത്. ഗരുഡവേഷധാരിയായ തൂക്കം കലാകാരൻ ഗരുഡനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ചിറകുകളും കൂർത്ത കൊക്കും ധരിച്ച് മറ്റു വേഷഭൂഷാദികളോടെ ചെണ്ടമേളത്തിനനുസരിച്ച് ചുവടുവയ്ക്കുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാൽ തൂക്കക്കാരനും തൂക്കം നടത്തുന്ന വീട്ടുകാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിക്കുന്നു. ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി നൃത്തം ചെയ്യും. തൂക്കം വഴിപാട് നേരുന്ന ഗ്രഹത്തിലെ ദോഷങ്ങളെല്ലാം ഇതോടെ ഒഴിവാകുന്നു എന്നാണ് വിശ്വാസം. തുടർന്ന് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന തൂക്കവില്ലിൽ പ്രതീകാത്മകമായി തൂക്കം കലാകാരനെ ബന്ധിച്ച് തൂക്കും. ഗരുഡൻ പറക്കുന്ന പ്രതീതിയിലാണ് തൂക്കം കലാകാരനെ തൂക്കവില്ലിൽ ബന്ധിക്കുന്നത്. ഐതിഹ്യം. ഗരുഡൻ തൂക്കം എന്ന അനുഷ്ഠാന കലയ്ക്ക് പിന്നിലുള്ള വിശ്വാസം ദേവി ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. അസുരനായ ദാരിക നിഗ്രഹത്തിന് ശേഷം പുറപ്പെട്ട ദേവി ഉഗ്രഗോപിയായി മാറി. ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കല്ലുതുള്ളി നിന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. തുടർന്ന് ഗരുഡൻ കാളിയെ സന്തോഷിപ്പിക്കാനായി കാളിയുടെ മുന്നിൽ നൃത്തം ചെയ്യുകയും അതിനുശേഷം കാളിക്ക് ഗരുഡൻ തൻ്റെ രക്തം അർപ്പിച്ചുവെന്നും ആണ് ഐതിഹ്യം. ഗരുഡൻ്റെ രക്തം പാനം ചെയ്തതിനു ശേഷം കാളിയുടെ കോപത്തിന് ശമനമുണ്ടായി എന്നുമാണ് ഐതിഹ്യം. തൂക്കം കലാകാരൻ ഗരുഡവേഷം കിട്ടിയാൽ ഗരുഡനായി മാറുന്നു. ചുവടുകളും പ്രവൃത്തിയും ഒരു പറവയുടെ മട്ടിലാണ്. വിശ്വാസികൾ അർപ്പിക്കുന്ന കാഴ്ച തൂക്കം കലാകാരൻ തൻ്റെ കൊക്കുകൾ കൊണ്ട് കൊത്തിയാണ് എടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൂക്കത്തെപ്പറ്റി ഐതിഹ്യം എന്താണെന്ന് അറിയാത്തവർക്കും എന്താണ് തൂക്കം എന്നറിയാത്തവർക്കും വേണ്ടി ജസ്റ്റ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും
പിന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളും വെച്ചാണ് ഞാനിപ്പോൾ ഇത് ഐതിഹ്യം ഞാൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ അഖിലോസ്കി സൈനിങ് ഓഫ്. ബൈ ബൈ.